പാളിപ്പോയൊരു വാലന്റൈൻസ് ഡേ സർപ്രൈസിൻ്റെ വിശേഷമാണ്. ഇന്ന് രാവിലെ 4:55 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരം പുലരുന്നതിന് മുന്നേ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തണം. എന്നിട്ട് ഹസ്ബൻഡിന് ഒരു സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെയാണ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനെ വെളുപ്പാങ്കാലത്ത് എൻ്റെ കൊച്ചിനെ എഴുന്നേൽപ്പിച്ച് കഷ്ടപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. കാഞ്ഞങ്ങാട് നിന്ന് കണ്ണൂരെത്തി. കണ്ണൂരിൽ നിന്ന് ബസ്സും പിടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്കെത്തി. ഞാനും മോനും ഇല്ലാത്തതുകൊണ്ട് കട്ടിലൊരു സാമ്രാജ്യം പോലെ ആക്കി വെച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യനെയാണ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ കണ്ടത്. അപ്പോൾ ആ കിടന്നുറങ്ങുന്ന വിഷ്വൽ എങ്ങാനും നീ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ അന്ത്യമാണ് എന്നുള്ളൊരു ഭീഷണി എനിക്ക് മുന്നിലുള്ളതുകൊണ്ട് തന്നെ ആ വിഷ്വൽസ് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ കഷ്ടപ്പെട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തിയിട്ട് പ്ലാൻ മൊത്തം പാളിപ്പോയി. ആ വിഷമം തീർക്കാൻ വേണ്ടി ഞങ്ങൾ വൈകുന്നേരം പെണ്ണും പൊറാട്ടും കാണാൻ വേണ്ടി പോയി. രാജേഷ് ഏട്ടൻ്റെ പടം. രാജേഷ് ഏട്ടനെ കൂടാണ്ട് തന്നെ പരിചയമുള്ള റൈനയുണ്ട്. പരിചയമുള്ള ഒത്തിരി ആൾക്കാർ അതിലുണ്ട്. പടം കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണുക. ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. പല തരത്തിലുള്ള മനുഷ്യന്മാരും പല തരത്തിലുള്ള മൃഗങ്ങളും ഒക്കെ കൂടിയിട്ടുള്ളൊരു അടിപൊളി പടം. ഇതിനൊക്കെ എങ്ങനെ വച്ച് പടം എടുത്തു, എങ്ങനെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി എന്നൊക്കെയാണ് ഞാൻ പടം കണ്ടപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ പടത്തിൻ്റെ സൗണ്ട് റെക്കോർഡിംഗ് ടീമിൽ എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേര് കാണാൻ വേണ്ടി ഞാനിങ്ങനെ ഫോണും എടുത്ത് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെയും പണി പാളി. പുള്ളിയുടെ പേര് എത്തിയ സമയത്താണ് ഈ ക്രെഡിറ്റ് ഓഫ് ചെയ്തത്. എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാം, പേരിൻ്റെ ചിഹ്നമൊക്കെ അവിടെ കാണാം. പക്ഷേ അപ്പോഴേക്കും ക്രെഡിറ്റ് ഓഫായി. നെക്സ്റ്റ് പേര് ഹസ്ബൻഡിൻ്റെ ആയിരുന്നു. ക്രൗഡ് റെക്കോർഡിംഗ് അസിസ്റ്റൻ്റ് എന്നുള്ള ഈ ഒരു ടൈറ്റിലാണ് ചരൺ വിനായക് എന്നുള്ള പേര് വരൽ. അപ്പോൾ അവിടെയും പണി പാളി. എന്തായാലും മൊത്തത്തിൽ എനിക്ക് ആ ദിവസം പണി പാളൽ പ്രോ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ തന്നെ കാഞ്ഞങ്ങാട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.